ഹലോ, നമ്മൾ ഇന്ന് പ്രീ ഡിപ്പാച്ചറിൻ്റെ മൊഡ്യൂൾ 9ലേക്ക് പോകുകയാണ്. മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് നമ്മൾ ഇൻസൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബ്രീഫിംഗ് ആണ് ഈ മൊഡ്യൂൾ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വാലിഡായിട്ട് വേണ്ടിയെന്ന് പറയുന്ന ഒരു പാസ്പോർട്ടാണ്. പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു കൺട്രിയിലേക്ക് പോകാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ നമുക്ക് മോഡ്യൂളിലേക്ക് കടക്കാവുന്നതാണ്. താങ്ക് യു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് മോഡ്യൂൾ 9 ആണ്. പ്രീ ഡിപ്പാച്ചറിൻ്റെ മോഡ്യൂൾ 9, ഡോക്യുമെൻറ്റേഷൻ യു നീഡ് വെൻ മൂവിങ് ടു മാൾട്ട. ഇതിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടിയത് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് പബ്ലിക് സർവീസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന അന്ന് തൊട്ട് 6 months എങ്കിലും വാലിഡിറ്റി ഉണ്ടാകേണ്ടതാണ്. അത് വളരെയധികം സേഫും പിന്നെ ഒരു കോപ്പി നമുക്ക് അതിൻ്റേത് വെക്കാവുന്നതാണ്. ഇൻ കേസ് അത് ലോസ്റ്റ് ആയാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മാൾട്ടയ്ക്ക് വരുന്നതിന് മുമ്പ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് വേറൊരു കാര്യം എന്ന് പറയുന്നത് വാക്സിനേഷൻസ് ആണ്. നമുക്ക് വാക്സിനേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എടുക്കേണ്ടതുമാണ്. എംപ്ലോയർ ചിലപ്പം നമുക്ക് ഒരു ഹെൽത്ത് ക്ലിയറൻസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് ചോദിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ വാക്സിനേഷൻസ് നമ്മൾ അതും കാണിക്കണം. പിന്നെ ഹെൽത്ത് റെക്കോർഡ്സ് നമ്മൾ കാണിക്കുമ്പം നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യാനോ ഈ ഹെൽത്ത് റെക്കോർഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാൾട്ടയിൽ നമുക്ക് വേണ്ടിയ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ട് അല്ലെങ്കിൽ ഒരു ID, പ്രൂഫ് ഓഫ് അഡ്രസ്, മാൾട്ടയിലുള്ള ഒരു അഡ്രസ്സ്, വർക്ക് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ റെഫറൻസ് ലെറ്റർ ആണ്. മാൾട്ടയിൽ വർക്ക് ചെയ്യാൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാലറി, പേ ബിൽസ്, കാർഡ് വഴിയുള്ള പേയ്മെൻറ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ് ഒക്കെ നമുക്ക് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യുവർ സാലറി ഈസ് പെയ്ഡ് ടു എ ബാങ്ക്. അപ്പം ഒരു ലൈസൻസ്ഡ് ആയിട്ടൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ത്രൂ ആണ് ഇത് ചെയ്യുന്നത്. ക്യാഷ് പേയ്മെൻറ്റ് ആക്സെപ്റ്റഡ് അല്ല. അത് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ ആക്സെപ്റ്റഡ് ആയിട്ട് കാണിക്കുന്നില്ല. അത് പിന്നെ വേറൊരു റൂൾ എന്ന് പറയുന്നത് പുതിയ ആപ്ലിക്കേഷൻസും ചേഞ്ച് ഓഫ് എംപ്ലോയർ കേസസും August 1st, 2025 തൊട്ട് രജിസ്റ്റർ ചെയ്തത് ആ ഒരു റൂള് അപ്ലൈ ചെയ്യുന്നതാണ്. ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു റൂം റെൻറ്റിന് എടുക്കുമ്പം നമ്മളൊരു റെൻറ്റൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടതാണ്. ഈ എഗ്രിമെൻറ്റ് കാണിക്കുന്നത് റെൻറ്റ്, ഡെപ്പോസിറ്റ്, പിന്നെ റൂൾസ്, ആ വീടിന് എടുത്ത റൂൾസും അതിൻ്റെ അകത്ത് ആപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടിയത് പ്രൂഫ് ഓഫ് റെസിഡൻസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം ഏതെങ്കിലും ഒരു സർവീസസിന് വേണ്ടിയിട്ട്. അപ്പം ഈ പ്രൂഫ് നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ കൺട്രിയിൽ പഠിച്ച ക്വാളിഫിക്കേഷൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാൾട്ടയിൽ ക്വാളിഫിക്കേഷൻ നോക്കാനായിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് മാൾട്ട ഫർദർ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ അതോറിറ്റി, MFHEA. ആ സർവീസ് നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയുവാനായിട്ട് മാൾട്ട ക്വാളിഫിക്കേഷൻസ് റെക്കഗ്നിഷൻ ഇൻഫർമേഷൻ സെൻറ്റർ അഥവാ MQRIC എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇത് റെക്ടിഫൈ ചെയ്യുന്നത് നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ജോബ്സിന് അല്ലെങ്കിൽ ഫർദർ സ്റ്റഡീസിന് ആക്സെപ്റ്റബിൾ ആണോ മാൾട്ടയിൽ എന്നുള്ള ഒരു റെക്കഗ്നേഷനാണ്. മാൾട്ടയിൽ പബ്ലിക് സർവീസസ് അവൈലബിൾ ആണ്. ഹെൽത്ത് സെൻറ്റേഴ്സ്, hospitals, education, schools,
ജോബ് പ്ലസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് ആണ്. ഇതെല്ലാം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടിയ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ID കാർഡ്, റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് അഡ്രസ് ആണ്. എപ്പോഴും നമ്മൾ ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റ്സിൽ നോക്കുന്നത് നല്ലതാണ് ലേറ്റസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട്. കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് മാൾട്ടയിൽ താമസിക്കാനും വർക്ക് ചെയ്യാനും. ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സർവീസസ് ആക്സസ് ചെയ്യാനും ഒരു നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമ്മളിതെല്ലാം ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് മാൾട്ടയിൽ നല്ലൊരു ലൈഫ് ലീവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വേണ്ടിയ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അബൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് മാൾട്ടയിൽ സേഫായിട്ട് ലീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് ആണ്. ഫസ്റ്റ് ട്രൂ ഓർ ഫാൾസ് question: you do not need a passport to move to Malta. അത് false ആണ്. Second, copies of your documents are not important. False. Third, cash cannot be used to fulfill the employment contract. True. A rental agreement shows the rent and rules of the house. True. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MQRIC helps recognize qualifications from other countries. True. Proof of address may be needed to open a bank account. True. Seventh question: Jobs Plus is Malta's employment service. ട്രൂ. ഇതോടെ ട്രൂ ഓർ ഫാൾസ് കഴിയുവാണ്. നമ്മൾ ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്കാണ് കടക്കുന്നത്. ഫസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ലോങ് ഷുഡ് യുവർ പാസ്പോർട്ട് ബി വാലിഡ് വെൻ യു ട്രാവൽ ടു മാൾട്ട? ആൻസർ ഇസ് 6 months. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന 1 month, 6 months, 2 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: why might an employer ask for your health records? Options: for travel tickets, for a medical checkup or clearance, for school registration. Answer വരുന്നത് B, for medical checkup or clearance. Next question: which document is needed to open a bank account? Your favorite photo, proof of address, a bus ticket. Answer B, proof of address. Fourth question: why is having a bank account important for work? Options: salaries must be paid by bank transfer. It is optional and not needed. Only tourists need one. Option A, salaries must be paid by bank transfer. Fifth question: what is a rental agreement? Options: a shopping list, a document showing rent, deposit and house rules, a travel plan. Answer: a document showing rent, deposit or house rules. Next question: which organization recognizes foreign qualifications in Malta? Options: Transport Malta, MFHEA or MQRIC, Job Plus. Answer: MFHEA അല്ലെങ്കിൽ MQRIC. Next question വരുന്നത് 7th one: why do you need recognized qualifications? Options: for social events, for jobs or further studies, for shopping. Answer B, for jobs or further studies. 8th question: which services may require a residence permit or proof of address? Option: movies, health centers, schools,
job plus, beaches. Answer: health centers, schools, job plus. What should you do with important documents? Options: lose them, keep them safe and make copies, throw them away. Answer is: keep them safe and make copies. Which document is not part of moving to Malta? Passport, proof of address, a restaurant menu. A restaurant menu. ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചിരിക്കുന്ന വിച്ച് ഡോക്യുമെൻറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് മൂവിങ് ടു മാൾട്ട എന്നാണ്. സോ നമ്മൾ ഇത് ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടേ ആൻസർ ചൂസ് ചെയ്യാവുള്ളൂ. That is the tip that I can give you. So thank you, and we come with another video with the 10th module. Thank you.